നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കിടാൻ ഉദ്ദേശിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട രണ്ട് ഗ്രഹങ്ങൾ ചേർന്നുള്ള യോഗത്തെക്കുറിച്ചാണ്. അത് സൂര്യനും കുജനും. പേര് സൂര്യമംഗള യോഗം എന്ന് പറയും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു യോഗമാണ്. രാജാവും കമാൻഡറുമാണ്. രാജാവിൻ്റെ കമാൻഡറാണ് കുജൻ. അപ്പോൾ അങ്ങനെ എടുത്താൽ ഇതിന് റോയൽ അലയൻസ് എന്ന് വെച്ചാൽ വളരെ പ്രാധാന്യമുള്ള വ്യക്തികളുടെ ചേർച്ച എന്ന് പറയാം. മറ്റൊരു പേരാണ് വേരിയേഴ്സ് യോഗ, യുദ്ധ നിപുണന്മാരുടെ യോഗം എന്നും ഇതിനെ വിളിക്കുന്നുണ്ട്. പല പേരുകളും. ഇതിന് മറ്റൊന്ന് യുക്തയോഗം എന്ന് പറയും. സൂര്യനും കുജനും ചേർന്നിട്ടുള്ള യോഗം. അതിനുള്ള കാരണം രണ്ടും ഫയർ എലിമെന്റ്സ് ആണ്. സ്വഭാവങ്ങൾ ഏകദേശം ഒന്നാണ്. കൂടുതലായിട്ട് ബാലൻസ്ഡ് ആയിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ ഉണ്ടാകുന്ന ഒരു യോഗമാണിത്. അതുകൊണ്ടാണ് അതിന് യുക്തയോഗം എന്ന് പറയുന്നത്. ഈ യോഗത്തിന്റെ പ്രധാനം എന്ന് വെച്ചാൽ അത് എനർജിയാണ്. ഏറ്റവും ശക്തമായ എനർജി ഫോം ചെയ്യുന്ന ഒരു യോഗമാണിത്. രണ്ടും സൂര്യനും കുജനും. അപ്പോൾ ആ എനർജി കൂടുതലായിട്ട് ഫോം ചെയ്യുന്ന ഒരു യോഗമായതുകൊണ്ട് ആ എനർജി എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ യോഗത്തിൻ്റെ പ്രാധാന്യം നിലനിൽക്കുന്നത്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗം ധൈര്യം, അതുപോലെ തന്നെ ഈ നമുക്ക് കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള കഴിവ്, ലീഡർഷിപ്പ്, ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള സ്വഭാവങ്ങൾ. അതായത് കുജൻ ആക്ഷൻ്റെ ഒരു ഗ്രഹമാണ്. വളരെ ശക്തമായ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ഗ്രഹമാണ്. അതുപോലെ തന്നെ യുവത്വത്തിൻ്റെ ഒരു പ്ലാനറ്റാണ് കുജൻ. കൂടാതെ ഭൂമികാരകനാണ്. ഇങ്ങനെ ഈ രണ്ട് ഗ്രഹങ്ങളും തമ്മിലുള്ള യോഗങ്ങൾ വളരെ ചേർന്നതായത് കൊണ്ടാണ് അതിന് യുക്തയോഗം എന്നുകൂടി വിളിക്കുന്നത്. ഈ യോഗത്തിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും പ്രധാനമായി നാം കാണേണ്ടത് എനർജി ഫോർമേഷൻ. അത് എങ്ങനെ നമ്മൾ അനുകൂലമായി എടുക്കണം. അത് എങ്ങനെ അനുകൂലമായി എടുക്കുന്നു അതിനനുസരിച്ചായിരിക്കും ഈ യോഗത്തിൻ്റെ വിജയം. കാരണം എനർജി അനാവശ്യമായ വഴിയിലേക്ക് തിരിച്ചുവിട്ടാൽ അതിൻ്റെ ദോഷങ്ങൾ വരും. സൂര്യൻ മാന്യമായ സ്വഭാവങ്ങളുടെ ഉടമയാണ്, നേതൃത്വത്തിൻ്റെ ഉടമയാണ്. ഒരു നല്ല പൊളിറ്റിക്കൽ ലീഡേഴ്സൊക്കെ സൂര്യൻ ശക്തനാണെങ്കിൽ അവർക്ക് പൊളിറ്റിക്കലിയൊക്കെ വളരെ ഉയർന്ന സ്ഥാനത്തെത്താൻ കഴിയുന്നവരായിരിക്കും. രാജകീയത ഈ ഒരു സൂര്യൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ്. അതുപോലെ തന്നെയാണ് കുജനും. കുജൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഏറ്റെടുത്താൽ അത് ചെയ്തു തീർക്കാനുള്ള കഴിവുണ്ടാവും. അതുപോലെ തന്നെ ബുദ്ധിയും, പ്രത്യേകിച്ച് ഈ യുദ്ധകാര്യങ്ങളിലൊക്കെ അതിനിപുണനായിരിക്കും മാർസ്. അപ്പൊ ഈ രണ്ട് യോഗങ്ങളും വന്നാൽ ഈ യോഗമുള്ള വ്യക്തികൾ അവർക്ക് ഏറ്റവും നല്ല ഒരു മേഖല എന്ന് പറയുന്നത് ഈ മിലിറ്ററി, ആർമി, എയർഫോഴ്സ് അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ്, ഇതൊക്കെയാണ് അവരെ പ്രൊഫഷണൽ എടുക്കുമ്പോൾ ഏറ്റവും സൂട്ടബിൾ ആയിട്ട് വരുന്നത്. അത് കുജന്റെ ശക്തി കൂടുതലുള്ള യൂണിയൻ ആണെങ്കിൽ രണ്ട് തരത്തിലുള്ള യൂണിയൻ വരും. ഒന്ന് സൂര്യൻ ബലവാനായി വരുന്ന യൂണിയൻ, മറ്റൊന്ന് കുജൻ ബലവാനായി വരുന്ന യൂണിയൻ. സൂര്യൻ ബലവാനായി വരുന്ന യൂണിയൻ അത്തരം ആൾക്കാർ രാജകീയതയാണ് കാണിക്കുക.
അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ജോലി വലിയ സ്ഥാപനങ്ങളുടെ അധികാരിയാവുക, അല്ലെങ്കിൽ രാജാവ്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഇങ്ങനെയുള്ള സ്ഥാനങ്ങളാണ് അവർക്ക് യോജിച്ചത്. കുജൻ ഈ എക്സിക്യൂട്ടീവ് പവേഴ്സ്, രാജാവ് കൽപ്പിക്കുന്നത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ഗ്രഹമാണ് മാഴ്സ്. ഇത് രണ്ടും ഒന്നിച്ച് പോകുമ്പോൾ പ്രശ്നമുണ്ട്. കാരണം നമ്മളെപ്പോഴും ഈ കുജനാണ് പ്രധാനപ്പെട്ട് നിൽക്കുന്നത് എങ്കിൽ ഈ വ്യക്തി വലിയ രാജാവുമായി കൂടുതൽ അടുത്ത് പോകരുത്. രാജാവിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുക മാത്രമേ ചെയ്യാവൂ. ഒരുപാട് കാര്യങ്ങൾ രാജാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോയാൽ അത് ദോഷഫലമുണ്ടാക്കും. അത് രാജാവിൻ്റെ കാര്യത്തിലായാലും നമുക്ക് മറ്റ് പ്രൊഫഷൻസിൻ്റെ കാര്യത്തിലായാലും. ഹയർ അതോറിറ്റീസ്, അത് സൂര്യൻ ഹയർ അതോറിറ്റി ആകുമ്പോൾ കുജൻ എപ്പോഴും കൂടുതലായിട്ട് അടുത്ത് പെരുമാറരുത്. അത് ചെറിയൊരു കഥയിൽ കൂടി ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ദോഷവശങ്ങൾ പറഞ്ഞു തരാം. ആ കഥ ഈ യോഗവുമായി ബന്ധപ്പെട്ടതല്ല, എന്നാലും ഈ കഥ ഈ യോഗമുള്ള ആൾക്കാർക്ക് അറിയുന്നത് നല്ലതായിരിക്കും. അത് ഏറ്റവും ഒരു യുദ്ധനിപുണനും അതുപോലെ തന്നെ സ്വഭാവങ്ങളുള്ളതുമായ ഒരു വലിയ ആളായിരുന്നു അലക്സാണ്ടർ ദ ഗ്രേറ്റ്. ലോകത്തിൻ്റെ ഒരു വലിയ ഭാഗം യാത്ര ചെയ്ത് പിടിച്ചെടുത്ത ചെറുപ്രായത്തിൽ പിടിച്ചെടുത്ത ഒരു മഹാനായിരുന്നു അലക്സാണ്ടർ. ഇന്ത്യ വരെ എത്തിയിരുന്നു. ഇന്ത്യയിൽ കുറേ സ്ഥലങ്ങളൊക്കെ പിടിച്ചെടുത്തു, വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത ഒരു കമാൻഡറായിരുന്നു ക്ലീറ്റസ്. കമാൻഡറിന് ഉപരിയായിട്ട് രാജാവുമായിട്ട് വളരെയധികം അടുത്ത ബന്ധം സ്ഥാപിച്ചിരുന്നു അലക്സാണ്ടറുമായിട്ട്. ആക്ച്വലി ഞാൻ പറയുന്നത് ഈ യോഗക്കാർ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം രാജാവാണ്, കമാൻഡറാണ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഒരു സമയത്ത് ഒരു ഫങ്ഷൻ ഒരു ഫങ്ഷനിൽ, അത് ഡ്രിങ്ക്സിൻ്റെ ഒക്കെ ഒരു ഫങ്ഷൻ ആയിരുന്നു. അവിടെ ഈ രാജാവും ക്ലീറ്റസും, അലക്സാണ്ടർ ദ ഗ്രേറ്റും ക്ലീറ്റസും എന്ന മന്ത്രിയും ചേർന്ന്, മന്ത്രിയല്ല ഒരു കമാൻഡറാണ് ക്ലീറ്റസ്, അവർ തമ്മിൽ സംസാരിച്ചതിൽ വാക്കേറ്റമായി. അവസാനം രാജാവ് ക്ലീറ്റസിനെ വധിക്കുന്നതാണ് സംഭവം. ഇതിൻ്റെ ദോഷമാണത്. നമ്മൾ ഈ ഒരു യോഗക്കാർ, അത് സൂര്യന് പ്രാധാന്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച്, അല്ലെങ്കിൽ കുജന് പ്രാധാന്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച്, ഏതായാലും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് കൊണ്ടുപോകണം. അലക്സാണ്ടർ ഈ ഒരു വലിയ പാപം ചെയ്തതിൽ പിന്നീട് പശ്ചാത്തപിക്കുന്നൊക്കെയുണ്ട്. അതുപോലെ തന്നെയാണ് എപ്പോഴും ഈ സൂര്യനും കുജനും ചേർന്ന് നിൽക്കുന്ന യോഗക്കാരെ എപ്പോഴും ശ്രദ്ധിക്കണം. അവരെ എക്സസ് എനർജി ചിലപ്പോൾ കൂടുതൽ ആർഗ്യുമെന്റിലൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആർഗ്യുമെന്റിലൊക്കെ പോയാൽ ചിലപ്പോൾ ദോഷഫലങ്ങൾ ഉണ്ടാകും. അതിനെ നമ്മൾ നിയന്ത്രിക്കണം. അതാണ് ഈ ഒരു യോഗക്കാർ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. ബാക്കിയൊക്കെ ഇവർക്കുണ്ട്. ഇവർക്ക് ആരോഗ്യമുണ്ടാകും, ഇവർക്ക് ബുദ്ധി ഉണ്ടാകും, ലീഡർഷിപ്പ്, ഇങ്ങനെയുള്ള എല്ലാ സവിശേഷതകളുമുള്ള ഒരു യോഗമാണെങ്കിലും ഇത് വലിയൊരു ദോഷമാണ്. ഈ ദോഷത്തിന് നമ്മൾ എപ്പോഴും മിതത്വം പാലിച്ച് നമ്മളിൽ പറ്റിയ ഒരു ചുറ്റുപാടിൽ തന്നെ ജീവിക്കണം. നമ്മൾ വലിയ ഒരു സർക്കിളിൽ പോയിട്ട് കാര്യങ്ങൾ ചെയ്താൽ അവിടെ കുജനാണ് ബലവാനെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമുക്ക് രാജാവിന് തുല്യന്മാരായിട്ടുള്ള ആൾക്കാരുമായി ബന്ധപ്പെടുമ്പോൾ എപ്പോഴും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോകണം. കൂടാതെ നമ്മൾ ഈ സൂര്യൻ എന്ന് പറയുന്നത് ഫാദർ,
അങ്ങനെയുള്ള ഒരു സങ്കല്പം കൂടിയുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ ഉള്ള സാഹചര്യങ്ങൾ അച്ഛനുമായിട്ടുള്ള അല്ലെങ്കിൽ പിതൃതുല്യന്മാരായിട്ടുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ പെരുമാറുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം അവിടെ ചിലപ്പോൾ ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയനൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഈ യോഗമുള്ള ആൾക്കാരുടെ പിതാക്കന്മാരൊക്കെ വലിയ ആർമി അല്ലെ വലിയൊരു പോസ്റ്റിലൊക്കെ ഇരിക്കുന്ന ആളായിരിക്കുമെന്ന് പറയുന്നുണ്ട്. മറ്റൊന്ന്, ഈ യോഗത്തിൻ്റെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എക്സസ് എനർജി. കാരണം ഈ ഒരു യോഗത്തിൽ ഉണ്ടാകുന്നത് ഹൈ എനർജിയാണ്. ആ ഹൈ എനർജിയെ നമ്മൾ പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യണം. അതെങ്ങനെ? ഒന്ന്, നമ്മളെ ഡെയിലി റൂട്ടീൻസ്, അതിൽ എക്സസൈസിന് വലിയൊരു പ്രാധാന്യം കൊടുക്കണം. മാക്സിമം എക്സസൈസ് ചെയ്യണം എല്ലാ ദിവസങ്ങളിലും. കൂടാതെ പ്രൊഫഷൻ തന്നെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ജിംനാസ്റ്റിക്സ് അല്ലെങ്കിൽ സ്പോർട്സ്മാൻമാർ, ബോഡി ബിൽഡേഴ്സ്, സ്വിമ്മേഴ്സ്, ഇതൊക്കെ ഈ യോഗമുള്ള ആൾക്കാർക്ക് വളരെ യോജിച്ചതാണ്. കാരണം കൂടുതൽ എനർജി നമുക്ക് ഉണ്ടാകും. ആ എനർജി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. കോമ്പറ്റീഷൻ ഫീൽഡൊക്കെ ഇവർക്ക് ഏറ്റവും നല്ലതാണ്. പക്ഷേ നമുക്ക് അതിനൊപ്പം തന്നെ ഈ യോഗമുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളാണ്. കാരണം ബ്ലഡ് പ്രഷറൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. ബോൺ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, കാരണം സൂര്യനൊക്കെ ബലക്കുറവുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതിൻ്റെ ബോൺ സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ, അതിനുള്ള പരിഹാരം നമ്മൾ കണ്ടെത്തണം. ഏറ്റവും നല്ല യോഗമാണെങ്കിലും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മൾ എപ്പോഴും അതിനുള്ള പരിഹാര മാർഗങ്ങളും കണ്ടെത്തണം. ഒന്ന്, ഒരിക്കലും ഐഡിലായിട്ട് നമ്മൾ ജീവിക്കരുത്. എപ്പോഴും നമ്മൾ ആക്റ്റീവ് ആയിരിക്കണം. ആക്റ്റീവ് അല്ലെങ്കിൽ ഈ യോഗം നമുക്ക് ദോഷഫലങ്ങൾ ചെയ്യും. അതുപോലെ തന്നെ ഹനുമാൻ പ്രാർത്ഥന, അമ്പലങ്ങൾ പോയി പ്രാർത്ഥിക്കൽ, ഇതൊക്കെ ഏറ്റവും നല്ലതാണ്. ഒപ്പം തന്നെ ശിവനും ഈ യോഗക്കാർക്ക് ശിവന്റെ പ്രീതി ഉണ്ടാക്കുന്നത് നല്ലതാണ്. ഈ ഒരു യോഗമുള്ള ആൾക്കാർക്ക് പറ്റിയ പ്രൊഫഷൻസ് പറയുകയാണെങ്കിൽ അവർക്ക് പലതരത്തിലുള്ള പ്രൊഫഷൻസും അനുയോജ്യമാണ്. കാരണം സൂര്യനും ഉള്ളത് കൊണ്ട്, സൂര്യനും കുജനുമായതുകൊണ്ട് IAS, IPS അങ്ങനെയുള്ള വലിയ രംഗങ്ങളിൽ അല്ലെങ്കിൽ രാജാവിന് തുല്യമായിട്ടുള്ള അധികാരങ്ങളുള്ള പോസ്റ്റുകൾ, ഇതൊക്കെ അലങ്കരിക്കാൻ ഇവർക്ക് ഏറ്റവും സൂട്ടബിൾ ആയിരിക്കും. ഒപ്പം തന്നെ ആർമി, എയർഫോഴ്സ്, നാവി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫീൽഡുകൾ ഇവർക്ക് വളരെ നല്ലതാണ്. പോലീസ്, കാരണം നിയമപാലകന്മാരാകാൻ ഇവർക്ക് വളരെ താല്പര്യമുണ്ടാകും. അങ്ങനെയുള്ളൊരു ഫീൽഡ് സെലക്ട് ചെയ്താൽ ഇവർ സക്സസ്ഫുൾ ആവുകയും ചെയ്യും. വേറെ ദോഷങ്ങളൊന്നുമില്ല. ഈ എക്സസ് എനർജി നമ്മൾ ആർഗ്യുമെന്റിലൊന്നും പോകരുത്. ഈ ആർഗ്യുമെന്റിൽ കാരണം കുജനും സൂര്യനൊക്കെ ഒന്നിച്ചു നിൽക്കുമ്പോൾ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാകും. അതാണ് ഈ കല്യാണത്തിൻ്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണം. കൂടുതലായിട്ടുള്ള ആർഗ്യുമെൻ്റൊക്കെ വന്നിട്ട് കല്യാണത്തിന് ചില ദോഷങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ അറിഞ്ഞുകൊണ്ട് നമ്മൾ പെരുമാറിയാൽ ഇതിനൊക്കെ പരിഹാരം തീർച്ചയായും ഉണ്ടാകും. കൂടുതലായി പറയുന്നില്ല, തൽക്കാലം ഇത്രമാത്രം.